നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയും അയ്യപ്പ സംഗമവുമൊക്കെ തലയിൽ തൂങ്ങിയ വാളായി സർക്കാരിന് മുൻപിൽ നിൽക്കുമ്പോൾ ഇതാ ശബരിമല യുവതീ പ്രവേശന ഹർജിയും നാളെ സുപ്രീം കോടതിയിൽ. യുവതീ പ്രവേശനം സർക്കാരിനെ പ്രതിരോധത്തിലാഴ്ത്തിയത് എത്രയെന്ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതാണ്. സർക്കാർ നിലപാട് ഒരു നിമിഷം കൊണ്ടെടുക്കാൻ കഴിയുന്നതല്ല എന്നതാണ് സർക്കാരിന്റെ പക്ഷം. യുവതീ പ്രവേശനത്തിൽ CPM ഉരുണ്ട് കളിക്കുമോ? പിണറായി സർക്കാരിന്റെ നിലപാട് എന്താകും? കാത്തിരിക്കാം. സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. ശബരിമല യുവതീ പ്രവേശന ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കി NSSും പ്രതിപക്ഷവും. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലത്തിലെ മുൻ നിലപാട് സർക്കാർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി NSS. നിലപാടിൽ വ്യക്തത വരുത്താനാകാതെ സർക്കാരും CPMും. ഹർജി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ സ്വർണം നൽകിയ ചലച്ചിത്ര താരങ്ങളുടെ മൊഴിയെടുപ്പ് തുടങ്ങി. കൊളംബോയിൽ ക്രിക്കറ്റ് ആവേശം. 2020 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ജയത്തിലേക്ക്. 176 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന പാകിസ്ഥാന് ബാറ്റിംഗ് തകർച്ച. ഇന്ത്യക്ക് കരുത്തായത് ഇഷാൻ കിഷന്റെ അർദ്ധ സെഞ്ചുറി നേടിയ വെടിക്കെട്ട് പ്രകടനം. ഹസ്തദാനം നടത്താതെ ടോസിനെത്തിയ ക്യാപ്റ്റന്മാർ. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്. KPCC യോഗം നാളെ. മുതിർന്ന നേതാക്കൾ കൊച്ചിയിൽ യോഗം ചേർന്നു. വിജയസാധ്യത മുഖ്യമെന്ന് നേതാക്കൾ. ഘടകകക്ഷികളുമായി ചർച്ചകൾ പൂർത്തിയായെന്ന് KC വേണുഗോപാൽ. പുതുയുഗ യാത്ര അവസാനിക്കും മുൻപ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് അടൂർ പ്രകാശ്. നടൻ പ്രേംകുമാർ കോൺഗ്രസിലേക്കെന്ന് സൂചന. KC വേണുഗോപാൽ വിളിച്ചിരുന്നുവെന്ന് പ്രേംകുമാർ. കോൺഗ്രസിലേക്ക് ഇപ്പോൾ പോകുമോ എന്ന് പറയാനാകില്ലെന്ന് മറുപടി. പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ CPM ശ്രമം. കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിന്റെ വീട്ടിലെത്തിയെങ്കിലും സ്ഥലത്തില്ലാത്തതിനാൽ കാണാൻ കഴിഞ്ഞില്ല. ഇരട്ട നീതിയെന്ന് മന്ത്രി സജി ചെറിയാനെതിരെ പ്രേംകുമാറിന്റെ വിമർശനം. തിരുവനന്തപുരത്തെ ഷോപ്പിംഗ് മാളിൽ SFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റ പോലീസുകാരനെതിരെ കേസെടുത്ത സംഭവത്തിൽ പോലീസ് സേനയിൽ പ്രതിഷേധം. മർദ്ദനമേറ്റ മിഥുനും സഹോദരിക്കുമെതിരെ കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരവും SFI പ്രവർത്തകർക്കെതിരെ നിസ്സാര വകുപ്പും ചുമത്തിയെന്ന് വിമർശനം. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് അന്വേഷിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. 2 SFI പ്രവർത്തകർ അറസ്റ്റ്. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന ഉൾപ്പെടെ 15 രാജ്യങ്ങളിൽ നിന്നുമുള്ള നേതാക്കൾക്ക് ക്ഷണം. ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിൽ എത്തുന്നതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. പകരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള, വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കുഞ്ഞുമാലാഖ ആലിൻ ഷെറിന് കണ്ണീരോടെ യാത്രാമൊഴി. അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ. മല്ലപ്പള്ളി സെന്റ് തോമസ് പള്ളിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. ആലിൻ്റെ മടക്കം 4 പേർക്ക് പുതുജീവൻ നൽകി. ഓർമ്മയായത് ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. ഭക്തിയുടെ നിറവിൽ മഹാശിവരാത്രി. ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. വൻ ഭക്തജന തിരക്ക്. ആലുവയിൽ പിതൃതർപ്പണത്തിനെത്തിയത് ആയിരങ്ങൾ. അമേരിക്ക ഉപരോധം നീക്കിയാൽ ആണവ കരാറിൽ വിട്ടുവീഴ്ചകൾ പരിഗണിക്കാമെന്ന് ഇറാൻ. ചർച്ചയാകാമെന്നും രാജ്യത്തിന്റെ പ്രതിരോധശേഷി ഇല്ലാതാക്കുന്ന ഒരു കരാറിനും തയ്യാറല്ലെന്നും മുന്നറിയിപ്പ്. ആണവായുധം നേടാൻ ഇറാനെ അനുവദിക്കില്ലെന്ന് US. ആണവ ചർച്ചകളുടെ 2ാം ഘട്ടം മറ്റന്നാൾ ജനീവയിൽ. സ്റ്റോറി ഓഫ് ദി ഡേ. പോള നീക്കാം പുഷ്പം പോലെ. വിശദമായ വാർത്തകൾ നോക്കാം.
നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ സംസ്ഥാനത്ത് വീണ്ടും ചർച്ചയാകുകയാണ് ശബരിമല യുവതീ പ്രവേശനം. നാളെ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുമ്പോൾ സർക്കാർ നിലപാട് എന്താകുമെന്നതാണ് എല്ലാവരുടെയും ആകാംക്ഷ. ഇതിനു മുൻപും ശബരിമല യുവതീ പ്രവേശനം സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാഴ്ത്തിയിരുന്നു. സർക്കാർ നൽകിയ മുൻ സത്യവാങ്മൂലം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാന നിലപാട് തന്നെയാണ് NSS മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം നിലപാട് ഒരു മിനിറ്റ് കൊണ്ടെടുക്കാൻ കഴിയുന്നതല്ല എന്നാണ് നിയമമന്ത്രി P. രാജീവിന്റെ പ്രതികരണം. ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPM-നെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയതാണ് ശബരിമല യുവതീ പ്രവേശനം. യുവതീ പ്രവേശനത്തിന് അനുകൂല നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തതോടെ കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷം നേരിട്ടത്. വീണ്ടും വിഷയം സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ എന്ത് നിലപാട് സർക്കാർ എടുക്കും എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധയോടെ നോക്കുന്നത്. ഹർജികളിൽ പ്രാഥമിക നടപടിക്രമങ്ങൾ മാത്രമാണ് നാളെ നടക്കുന്നതെങ്കിലും വിഷയം UDF ചർച്ചയാക്കിയിട്ടുണ്ട്. സത്യവാങ്മൂലം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് അറിയാനുള്ളത്. സർക്കാർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് നേരത്തെ. ആ അഫിഡവിറ്റ് മാറ്റി ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ അഫിഡവിറ്റ് തിരുത്തിയിരിക്കണമെന്നുള്ളത് അച്ചട്ടാണ്. അതിനകത്ത് ഒരു പുനർചിന്തനത്തിന് ആവശ്യം പോലുമില്ല. കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നതാണത്. യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറയുന്നു. സർക്കാർ എന്തു ചെയ്യും എന്നത് കാത്തിരിക്കുകയാണ് NSS. അതേസമയം ഇക്കാര്യത്തിൽ സർക്കാർ തിടുക്കപ്പെട്ട തീരുമാനം എടുക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. സർക്കാർ നിലപാട് അറിയണോ എന്ന് പുതിയ ബെഞ്ചാണ് തീരുമാനിക്കുക എന്ന് നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. ഒരു മിനിറ്റ് കൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു മിനിറ്റ് കൊണ്ട് സുപ്രീം കോടതിയിൽ 9 അംഗ ബെഞ്ച് ഞങ്ങളൊരു അഫിഡാവിറ്റ് കൊടുക്കുന്നു, അപ്പം തന്നെ അവർ സീൽ വെച്ചിട്ട് തരുന്നു, ഇതാ കൊണ്ട് നടപ്പിലാക്കുക എന്ന ലളിതമാണ്, പ്രക്രിയയും എളുപ്പമാണ്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ക്ഷമാപൂർവം കാത്തിരിക്കുക. ഓരോന്നിനും വിവാദങ്ങൾ ഉണ്ടാക്കി സംഘർഷങ്ങളിലേക്ക് എത്തിച്ച് എന്തെങ്കിലും നേട്ടം കൊയ്യാൻ കഴിയുമോ എന്ന കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് കരുതുക. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതിനാൽ സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടായിരിക്കും പ്രധാനം. സത്യവാങ്മൂലം പിൻവലിച്ചാൽ സർക്കാർ ഇതുവരെ മുന്നോട്ട് വെച്ച പല നിലപാടുകളെയും തള്ളിപ്പറയേണ്ടി വരും. മറിച്ചായാൽ വിശ്വാസ സമൂഹം വീണ്ടും എതിരാകും. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസിന് മൊഴി നൽകി സിനിമാ പ്രവർത്തകർ ഷാജി കൈലാസ്, സുരേഷ് ഗോപി, രഞ്ജി പണിക്കർ എന്നിവരാണ് മൊഴി നൽകിയത്. നാണയമായാണ് സ്വർണം നൽകിയത്. മൊഴി നൽകാൻ തയ്യാറാണെന്ന് മോഹൻലാലും സുരേഷ് ഗോപിയും വിജിലൻസിനെ അറിയിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് ശബരിമല കൊടിമര പുനർനിർമ്മാണ ക്രമക്കേടിൽ വിജിലൻസ് ത്വരിത അന്വേഷണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് സിനിമാ പ്രവർത്തകരായ നിർമ്മാതാവ് സുരേഷ് കുമാർ, സംവിധായകരായ രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് തുടങ്ങിയവർ വിജിലൻസിന് മൊഴി നൽകിയത്. സ്വർണം നാണയമായാണ് നൽകിയതെന്ന് മൊഴിയിൽ പറയുന്നു. ഇക്കാര്യത്തിൽ മൊഴി നൽകാൻ തയ്യാറാണെന്ന് നടന്മാരായ സുരേഷ് ഗോപിയും മോഹൻലാലും വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് നൽകിയ 27 പേരുടെ ലിസ്റ്റിൽ നിന്നാണ് വിജിലൻസ് മൊഴി രേഖപ്പെടുത്തുന്നത്. കൂടുതൽ പേർ സ്വർണം നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും വിജിലൻസ് പരിശോധന നടത്തും. ഇതിന്റെ ഭാഗമായി മാധ്യമങ്ങളിൽ പരസ്യം നൽകാനാണ് വിജിലൻസ് ആലോചിക്കുന്നത്. 2017 കൊടിമരം പുനർനിർമ്മിച്ചപ്പോൾ ചെലവായ 3.2 കോടി രൂപ സ്പോൺസർ ചെയ്തത് ഫീനിക്സ് ഗ്രൂപ്പാണ്. എന്നാൽ ദേവസ്വം ബോർഡ് സ്വന്തം നിലയിൽ നടത്തിയ സ്വർണ്ണശേഖരണത്തിലാണ് 27 പേർ ഉൾപ്പെടുന്നത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറിന് പകരം ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷണർ കൂടി സ്വർണം കൈപ്പറ്റിയതായി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിനോട് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. Can you feel that? Greens on backs with the crest held high. One more ball and we touch the sky. 2020 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ജയത്തിലേക്ക്. ഇന്ത്യ ഉയർത്തിയ 176 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന പാകിസ്ഥാന് 9 വിക്കറ്റുകൾ നഷ്ടമായി. സ്കോർ ബോർഡ് തുറക്കും മുൻപേ പാകിസ്ഥാന്റെ ആദ്യ വിക്കറ്റ് വീണു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എടുത്തു. 40 പന്തിൽ 77 റൺസ് അടിച്ച ഇഷാൻ കിഷൻ അർദ്ധ സെഞ്ചുറി നേടി പുറത്തായി. 3 സിക്സുകളും 10 ഫോറുകളും ബൗണ്ടറി കടത്തിയ ഇഷാന്റെ ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് കരുത്തായത്. കൂടുതൽ വിവരങ്ങൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും രാജേഷ് നൽകും. രാജേഷ്, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നമുക്കറിയാം വലിയ അനിശ്ചിതത്വത്തിലായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യ ജയത്തിനരികിലേക്ക് നീങ്ങുകയാണ്. ആരാധകർക്ക് വലിയ ആശ്വാസം. രാജേഷ്.
അശ്വതി സൂചിപ്പിച്ചതുപോലെ വളരെയധികം വിവാദങ്ങൾക്ക് മനച്ചുവെച്ചതിൽ ഒടുവിലാണ് ഈ മത്സരം കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. അറിയാം, ഏറ്റവും ആരാധകരുള്ള ഒരു മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ഈ ആവേശകരമായ മത്സരത്തിൽ ടോസ് നേടിയ പാകിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിംഗിനായി കയറുന്നു. ഇന്ത്യക്ക് മോശം തുടക്കമായിരുന്നുവെങ്കിൽ പോലും ഇഷാൻ കിഷന്റെ ബാറ്റിംഗ് മികവിലാണ് മികച്ച സ്കോറിലേക്ക് എത്താൻ കഴിഞ്ഞത്. 40 പന്തിൽ നിന്നും 77 റൺസ് അടിച്ച ഇഷാൻ കിഷനാണ് ഇന്ത്യയുടെ സ്കോറിന് നെടുംതൂണായത്. മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാന്റെ തുടക്കത്തിൽ തന്നെ തിരിച്ചടി നേരിട്ടു എന്നതാണ് ഏറ്റവും പ്രത്യേകത. അതായത് ഈ സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ പോലും ഇന്ത്യൻ പേസർമാർക്ക് കൃത്യമായി ബോൾ ചെയ്ത് വിക്കറ്റ് വീഴ്ത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഒരു 150 റൺസിനുള്ളിൽ ഒതുങ്ങും എന്ന തരത്തിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ ആരാധകർ പോലും നിരാശ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇഷാൻ കിഷന്റെ ബാറ്റിംഗ് മികവിൽ സ്കോർ 175 എന്ന നിലയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ ഒരു ആശ്വാസമുണ്ട്. കാരണം ഇതൊരു ബൗളിംഗ് പിച്ചാണ്. മികച്ച ബൗളറുള്ള ഇന്ത്യൻ ടീമിന് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാൻ കഴിയും എന്ന ഒരു നിശ്ചയദാർഢ്യവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ സ്പിന്നർമാരും ബൗളേഴ്സും എല്ലാം മികച്ച രീതിയിൽ ബോളിംഗ് നടത്തി ബോൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് പന്തെടുത്തവരൊക്കെ എല്ലാം വിക്കറ്റ് കിട്ടി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ആരും നിരാശപ്പെടുത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവസാന മിനിറ്റുകളിൽ നമുക്ക് 9 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. 106 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. ഇനി 18 പന്തിൽ നിന്നും 70 റൺസാണ് പാകിസ്ഥാന് വേണ്ടത്. ശരി, T20 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ജയത്തിലേക്ക് നീങ്ങുന്നു. ഇന്ത്യ ഉയർത്തിയ 176 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന പാകിസ്ഥാൻ ഇതുവരെ 9 വിക്കറ്റുകളാണ് നഷ്ടമായത് എന്നതാണ് വിവരങ്ങളാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും രാജേഷ് നൽകിയത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തകൃതിയായി നടക്കുകയാണ് കോൺഗ്രസിൽ. നാളെ തിരുവനന്തപുരത്ത് KPCC യോഗം നടക്കാനിരിക്കെ കൊച്ചിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മുന്നണിയിലെ സീറ്റ് വിഭജനം, സീറ്റ് വെച്ചുമാറൽ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. കൊച്ചിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇത് സംബന്ധിച്ച് യോഗം ചേർന്നു. സീറ്റ് വിഭജന ചർച്ചകൾ ഏകദേശം പൂർത്തിയായി എന്നും തർക്കങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ഒരു കൂടിയാലോചന അത്രയേ ഉള്ളൂ. എല്ലാം വിജയ സാധ്യതയെ ആശ്രയമാക്കിയിട്ടായിരിക്കും. അല്ല, ഘടകകക്ഷിയുടെ സീറ്റ് സംബന്ധിച്ച് എല്ലാ ചർച്ചകൾ കഴിഞ്ഞിട്ടുണ്ട്. അവർ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ തർക്കങ്ങളുണ്ട്, അത് പരിഹരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ പുതിയുഗ യാത്ര അവസാനിക്കുമ്പോഴേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും. ഈ മാസം 22-ന് ഡൽഹിയിൽ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ശേഷമായിരിക്കും കോൺഗ്രസ് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. ഇടതുവിരുദ്ധ നിലപാടെടുക്കുന്ന ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ K. ബാബു മത്സരത്തിനില്ല എന്നറിയിച്ചിട്ടുണ്ട്. ഇവിടെ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള പ്രാഥമിക ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ നടന്നു. താൻ മത്സരിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. താങ്കൾ മത്സര രംഗത്തുണ്ടാവുമോ? വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ജനങ്ങൾ എന്നോട് പറയുന്നുണ്ട്, പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. സാധ്യതയുണ്ട്. ജനങ്ങളുടെ നല്ല പിന്തുണയുള്ള ഊർജ്ജസ്വലനായ പ്രമുഖനായ നേതാവാണ് അദ്ദേഹം. പാർട്ടിയിൽ ഇപ്പോൾ ഇല്ലല്ലോ, അവിടെ പുതിയൊരാൾ വരും, ആലോചിക്കാം നമുക്ക്. K. മുരളീധരനും മത്സരത്തിനുണ്ടാകുമെന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. സിറ്റിംഗ് MLA-മാർ തുടരുന്ന കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പതിവ് പടലപ്പിണക്കങ്ങൾ ഇല്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് ശ്രമം. അമൃത ന്യൂസ്, കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയ്ക്കകം പ്രതിപക്ഷ നേതാവുമായി വീണ്ടും സംസാരിക്കുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നീക്കുപോക്കുകൾ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. സീറ്റ് വെച്ചുമാറുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കും. യുവാക്കളുടെ കാലമാണിതെന്നും വിജയസാധ്യത നോക്കി സ്ഥാനാർത്ഥികളാക്കുമെന്നും തങ്ങൾ കോഴിക്കോട് പറഞ്ഞു. മുന്നണി സംബന്ധമായുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് യാത്രയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടി ഇരിക്കാനുള്ളൊരു സൗകര്യം ഇപ്പോൾ ഇല്ല. ഏതായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വീണ്ടും ഇരിക്കും. എന്നാലും ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓരോ സീറ്റ് സംബന്ധിച്ച് കൂടുതൽ ഭദ്രമായ സീറ്റ് ഏതാണെന്നൊക്കെ എല്ലാ പാർട്ടികളും അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF-നെ അധികാരത്തിലേറ്റുക എന്നുള്ളതാണ്. അതിന് ആവശ്യമായിട്ടുള്ള അതിനെ ശക്തിപ്പെടുത്താൻ ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറ്റിയതിൽ CPM-നോട് ഇടഞ്ഞു നിൽക്കുന്ന നടൻ പ്രേംകുമാർ കോൺഗ്രസിലേക്കോ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയുമായി സംസാരിച്ചെന്ന സൂചന. പക്ഷേ നടന്നത് സൗഹൃദ സംഭാഷണം മാത്രമെന്നും നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്നും പ്രേംകുമാർ പറഞ്ഞു. അതേസമയം തന്നെ പുറത്താക്കിയത് സ്വാഭാവിക നടപടിയെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്ക് തന്റെ കാര്യത്തിൽ മാത്രമാണ് സ്വാഭാവികത എന്നായിരുന്നു പ്രേംകുമാറിന്റെ മറുപടി. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാറിന് കോൺഗ്രസ് വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നതായാണ് ലഭിക്കുന്ന സൂചന. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രേംകുമാറുമായി ഫോണിൽ സംഭാഷണം നടത്തി. ഇത് സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നുവെന്നാണ് പ്രേംകുമാറിന്റെ മറുപടി. അല്ല, KC-യൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എപ്പോഴുമൊക്കെ ഞങ്ങൾ യാത്രകളിലൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. നല്ല സൗഹൃദമാണ്. അവരുടെ എല്ലാ നേതാക്കളുമായിട്ടും എല്ലാം നല്ല സൗഹൃദമാണ്. ആ സൗഹൃദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിളിക്കാറുണ്ട്. വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞപ്പോഴും അദ്ദേഹം വിളിച്ചിരുന്നു. അതൊക്കെ ഒരു സൗഹൃദ സംഭാഷണത്തിലപ്പുറം ഒന്നും അതിനകത്ത് വേറെ ഒന്നുമില്ല. എന്നാൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് KC വേണുഗോപാലിന്റെ കൂടിക്കാഴ്ചയെന്നാണ് സൂചന. കോൺഗ്രസിലേക്ക് പോകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രേംകുമാറിന്റെ മറുപടി ഇതായിരുന്നു. ഞാൻ ഒരിക്കലും എവിടെയും ഒരിടത്തും ഒരു കാലത്തും പോയിട്ടില്ല. ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായിരുന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ നാളെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കില്ല എന്നൊന്നും എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ദൈവനിശ്ചയപ്രകാരം ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഞാൻ അതിനോടൊപ്പം നിന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും പ്രേംകുമാറിനെ മാറ്റിയത് കാലാവധി അവസാനിക്കുമ്പോഴുള്ള സ്വാഭാവിക നടപടി മാത്രമാണെന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പ്രേംകുമാർ വ്യക്തമായ മറുപടി നൽകി. ചലച്ചിത്ര അക്കാദമിയിൽ മാത്രമാണോ ഈ ഒരു സ്വാഭാവിക നടപടി? സംഗീത അക്കാദമിയുടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി? സാഹിത്യ അക്കാദമിയുടെ കഴിഞ്ഞിട്ട് എത്രയായി? ഭാരത് ഭവൻ ഇപ്പോൾ എത്ര കാലമായി തുടരുന്നു? അപ്പോൾ അവിടെയൊക്കെ ഒരു വലിയ മാറ്റം വന്നോ? അപ്പോൾ ഇതൊക്കെ ഒരു സ്വാഭാവികമായ നടപടി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കവി സച്ചിദാനന്ദനുമായി വ്യക്തിപരമായി താരതമ്യം ചെയ്യാനില്ലെന്നും പദവിയുടെ കാര്യത്തിൽ മാത്രമാണ് താരതമ്യം ചെയ്തതെന്നും അക്കാര്യത്തിൽ തനിക്ക് ലഭിച്ചത് ഇരട്ട നീതിയാണെന്നും തന്നെ തിരഞ്ഞുപിടിച്ച് പുറത്താക്കുകയായിരുന്നുവെന്നും പ്രേംകുമാർ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടൻ പ്രേംകുമാർ കോൺഗ്രസിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അനുനയ നീക്കവുമായി CPM. കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിന്റെ തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള വീട്ടിലെത്തി. പക്ഷേ പ്രേംകുമാർ വീട്ടിലില്ലാത്തതിനാൽ കൂടിക്കാഴ്ച നടത്താതെ മടങ്ങുകയായിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും തന്നെ മാറ്റിയതിൽ സർക്കാരിനെതിരെ പ്രേംകുമാർ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നത്. KTDC ചെയർമാൻ PK ശശിക്ക് പാർട്ടിയുമായി പ്രശ്നമുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതുകൊണ്ടാണ് ബ്രാഞ്ച് മെമ്പറായി മാത്രം ഇരിക്കുന്നത്. ശശി എന്നല്ല, ആര് പോയാലും CPM-ന് പ്രശ്നമില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം MV ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ യാത്രയിൽ PK ശശി പങ്കെടുക്കില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നാണ് PK ശശിയുടെ വിശദീകരണം. പാകിസ്ഥാൻ ഇന്ത്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നതിനിടെ 2 SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിനയ്, സുർജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. SFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റ പോലീസുകാരനെതിരെ കേസെടുത്ത സംഭവത്തിൽ പോലീസ് സേനയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പോലീസുകാരനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് അപമാനകരമെന്ന് പോലീസ് അസോസിയേഷൻ കുറ്റപ്പെടുത്തി. മർദ്ദനമേറ്റ മിഥുനും സഹോദരിക്കുമെതിരെ കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരവും SFI പ്രവർത്തകർക്കെതിരെ നിസ്സാര വകുപ്പും ചുമത്തിയാണ് വിമർശനത്തിന് ഇടയാക്കിയത്. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് തേടിയിരുന്നു. എന്നാൽ പോലീസുകാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇടത് കേന്ദ്രങ്ങൾ BGM ഇട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ്. AR ക്യാമ്പിലെ പോലീസുകാരൻ മിഥുൻ റോയിയെ മർദ്ദിച്ച കേസിൽ വിമർശനവും പ്രതിഷേധവും തുടരുന്നതിനിടെയാണ് ഇപ്പോൾ 2 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. SFIക്കാരുടെ മർദ്ദനമേറ്റ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിൽ പോലീസ് അസോസിയേഷൻ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സേനയ്ക്കുള്ളിൽ അമർഷം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ക്രിമിനലുകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന മാഫിയ സംഘമായി ആഭ്യന്തര വകുപ്പും സർക്കാർ സംവിധാനങ്ങളും അധപതിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചിരുന്നു.
അതിനിടെ മിഥുൻ റോയ്ക്കെതിരെ കേസെടുത്തതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിട്ടിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്താനിടയായ സാഹചര്യത്തിൽ റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ മാളിൽ കുടുംബവുമായി എത്തിയ പോലീസുകാരനെ SFIക്കാർ മർദ്ദിച്ചത്. പുതുവത്സര തലേന്ന് ശംഖുമുഖത്തുണ്ടായ സംഘർഷത്തിൽ SFI പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാരുടെ സംഘത്തിലുണ്ടായിരുന്ന ആളാണ് മിഥുൻ റോയ്. ഇതിന്റെ പ്രതികാരമാണ് മാളിലെ തല്ലെന്നാണ് പരാതി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ പോലീസുകാർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. അക്രമികൾ CPM പ്രവർത്തകരോ SFI പ്രവർത്തകരോ ആണെങ്കിൽ സർക്കാർ തന്നെ സഹായം ചെയ്യുന്നു. തിരുവനന്തപുരത്തെ സംഭവം ഒറ്റപ്പെട്ടതല്ല, സർവ്വമേഖലയിലും ഇതാണ് സംഭവിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് പറഞ്ഞു. നിയമം എൻഫോഴ്സ് ചെയ്യേണ്ടവരുടെ കോൺഫിഡൻസ് തന്നെ കളയാണ്. പാർട്ടിക്കാരെല്ലാത്തിലും കയറി ഇടപെട്ട് നിയമം നിഷ്പക്ഷമായി നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു തോന്നൽ പോലും ഇല്ലാതാക്കുക. ഇതിനെതിരായി ഒരു ജനരോഷം വരുന്നുണ്ട്, കാത്തിരുന്നാൽ മതി. അതേ പറയാനുള്ളൂ അതിനെക്കുറിച്ചൊക്കെ. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. ഇന്ത്യ പാക് ഉൾപ്പെടെ 15 രാജ്യങ്ങളിൽ നിന്നുമുള്ള നേതാക്കളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിൽ എത്തുന്നതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ ധാക്കയിലെ ഔദ്യോഗിക വസതിയായ ബംഗാഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 3-2 ഭൂരിപക്ഷം നേടിയാണ് BNP അധികാരമേൽക്കുന്നത്. നിയമവാഴ്ച എന്ത് വില കൊടുത്തും പുനഃസ്ഥാപിക്കുകയാണ് പുതിയ സർക്കാരിന്റെ മുൻഗണനയെന്ന് താരിഖ് റഹ്മാൻ പറഞ്ഞു. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യത്തിനനുസൃതമായാണ് ബംഗ്ലാദേശിന്റെ വിദേശനയം തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണമുണ്ട്. അതേസമയം ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തുന്നതിനാൽ പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും വിദേശകാര്യമന്ത്രി S ജയശങ്കർ, വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുക്കും. വിവിധ രാജ്യങ്ങളിലെ നേതാക്കളും ചടങ്ങിനെത്തും. ചൈനീസ് പ്രസിഡന്റ് അടക്കം 15 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 350 അംഗ പാർലമെന്റിലെ 299 സീറ്റിലേക്ക് വ്യാഴാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 209 സീറ്റുകളും സ്വന്തമാക്കിയാണ് താരിഖ് റഹ്മാൻ നയിക്കുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഭരണം പിടിച്ചെടുത്തത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മസ്തിഷ്ക മരണം സംഭവിച്ച അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവൻ നൽകിയ മാലാഖ കുഞ്ഞ് ആലിൻ ഷറിന് വിട നൽകി കേരളം. നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളി സെമിത്തേരിയിൽ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. വേദനയുടെയും കണ്ണീരിന്റെയും ഇടയിലും മാനവികതയുടെ വലിയൊരു സന്ദേശം അവശേഷിപ്പിച്ചാണ് ആലിൻ ഷെറിൻ യാത്രയാകുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന വിശേഷണത്തോടെ 4 പേർക്ക് പുതുജീവന്റെ വെളിച്ചം പകർന്നു നൽകിയാണ് 10 മാസം മാത്രം പ്രായമുള്ള ഈ പെൺകുഞ്ഞ് വിടവാങ്ങിയത്. നെടുങ്ങാടപ്പള്ളി CSI സെന്റ് തോമസ് പള്ളിയിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. കേന്ദ്ര സർക്കാരിന് വേണ്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ VN വാസവൻ, സജി ചെറിയാൻ, വീണ ജോർജ് എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. ആ മോളുടെ വേർപാട് 10 മാസക്കാലം മാത്രം പ്രായമേ ഉള്ളെങ്കിൽ ആ വേർപാട് ദുഃഖകരവും വേദനാജനകവുമാകുമ്പോൾ ആ മാതാപിതാക്കൾ സ്വീകരിച്ച ഒരു നിലപാട് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ സംഭവമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു വിശ്വമാനവീയുടെ സന്ദേശമാണ് അവരുടെ ഉന്നതമായ തീരുമാനത്തിൽ കൂടി ലോകത്തിന് പ്രദാനം ചെയ്തിരിക്കുന്നത്. അലൻമോൾ എന്നും മറ്റ് 4-5 ജീവനുകളിലൂടെ നിലനിൽക്കുന്നു
നിലനിർത്തിയാണ് ഒരുപക്ഷെ ഭൗതിക ശരീരം മാത്രമെന്ന തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ ലാപ്പിൽ മടിയിൽ ആണ് ഇനി ഈ കുഞ്ഞുമോൾക്കിടം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തന്നെയാണ് പകർന്നു നൽകേണ്ടത്. എനിക്ക് ഈ ഒരു വിടചൊല്ലിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ അച്ഛന്മാരുണ്ടാവും, എൻ്റെ ഭാര്യയെ പോലെ അമ്മമാരും ഉണ്ടാവും. ഈ ഒരു മുഹൂർത്തവുമായി താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ഒരച്ഛൻ എന്ന നിലയ്ക്കാണ് ഞാൻ ഓടിയെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 5-നുണ്ടായ കാർ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ആലിൻ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ ആ വിങ്ങുന്ന വേദനയിലും അവയവദാനമെന്ന ഉദാത്തമായ തീരുമാനത്തിലേക്ക് മാതാപിതാക്കളായ അരുൺ എബ്രഹാമും ഷെറിൻ ആൻ ജോണും എത്തുകയായിരുന്നു. ആലിൻ്റെ കരൾ, 2 വൃക്കകൾ, ഹൃദയവാൽവ്, നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. ഇതിൽ 6 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെയുള്ളവർക്ക് ആലിൻ്റെ അവയവങ്ങൾ പുതുജീവിതം നൽകി. അപ്രതീക്ഷിതമായ ദുരന്തത്തിലും തളരാതെ സ്വന്തം മകളെ മറ്റുള്ളവരിലൂടെ ജീവിക്കാൻ വിട്ടു നൽകിയ ആ കുടുംബത്തിൻ്റെ തീരുമാനം കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്ന ഒന്നായി മാറി. ആലിൻ ഇനി അവരിലൂടെ ഈ ലോകത്ത് ജീവിക്കും. സ്നേഹത്തോടെയും അഭിമാനത്തോടെയും നാട് ആ മാലാക കുഞ്ഞിന് യാത്രാമൊഴി നേരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. ക്ഷേത്രങ്ങളെ പഞ്ചാക്ഷരി മന്ത്രമുഖരിതമാക്കി ഇന്ന് ശിവരാത്രി. തലസ്ഥാനത്തെ എല്ലാ ശിവക്ഷേത്രങ്ങളും ശിവഭക്തരുടെ സംഗമഭൂമിയായി. ശിവരാത്രിയിൽ 5 യാമ പൂജകളാണ് നടത്തുന്നത്. തിരുവനന്തപുരത്തെ മഹാദേവ ക്ഷേത്രങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആത്മസമർപ്പണവും ഭക്തിയും ഒന്നുചേരുന്ന ദിനമാണ് ശിവരാത്രി. കുംഭമാസത്തിലെ ശ്രീകൃഷ്ണപക്ഷ നാളിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. പഞ്ചാക്ഷരി മന്ത്രം മുഴക്കി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തലസ്ഥാനത്തെ ഓരോ മഹാദേവ ക്ഷേത്രത്തിലും രാവിലെ മുതൽ ഒഴുകിയെത്തുന്നത്. കാളകൂട വിഷം കുടിച്ച ശിവഭഗവാന് ആപത്തൊന്നും ഉണ്ടാകാതിരിക്കാൻ പാർവതീദേവി ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചതിനാലാണ് ശിവരാത്രി ദിനത്തിൽ ഉറങ്ങാതെ പ്രാർത്ഥനാനിരതരായി ഭക്തർ ശിവക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ദേവാദിദേവന്മാരുടെ ദേവനായ ശ്രീ മഹാദേവന്റെ ശിവരാത്രി 2026 25-നെക്കാട്ടിലും ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുംഭമേള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മഹാദേവനോട് ഭയങ്കര പ്രേമമാണ്. ഭക്തിയല്ല, ജനങ്ങൾക്ക് മഹാദേവനോട് പ്രേമമാണ്. ശിവരാത്രിയിൽ 5 യാമപൂജകളാണ് നടത്തുന്നത്. ഈ പൂജകളിൽ പങ്കെടുക്കുന്നത് 1000 പ്രദോഷവ്രതത്തിന് തുല്യമാണെന്നാണ് വിശ്വാസം. തിരുവനന്തപുരത്തെ സുപ്രധാന മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിലും രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ രാവിലെ ധാര, രണ്ടാമത്തെ കാര്യം ഉഷപൂജ, പിന്നെ 108 ശീവേലി, പിന്നെ നിത്യം പുഷ്പാഭിഷേകമുള്ള ക്ഷേത്രം ശ്രീകണ്ഠേശ്വരം. ശിവരാത്രി ഒരു ഉത്സവരാത്രി മാത്രമല്ല, ആത്മശുദ്ധിയുടെയും ത്യാഗത്തിന്റെയും ആത്മീയ സന്ദേശം പകരുന്ന ദിനമാണ്. പഞ്ചാക്ഷരി മന്ത്രം മുഴങ്ങുന്ന അന്തരീക്ഷത്തിൽ തലസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശിവഭക്തരുടെ സംഗമ സ്ഥലമായി മാറി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശിവരാത്രി ആഘോഷ നിറവിൽ ആലുവ മണപ്പുറം. ഇന്ന് പുലർച്ചെ മുതൽ ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ് മണപ്പുറത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ ബലി തർപ്പണം ചൊവ്വാഴ്ച വരെ നീളും. പിതൃമോക്ഷ പുണ്യം തേടി വ്രതാനുഷ്ഠാനങ്ങളോടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ആലുവ മണപ്പുറത്തേക്ക് എത്തുന്നത്. 116 ബലിത്തറകൾ ബലിതർപ്പണത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഇന്നു പുലർച്ചെ 6 മണിക്ക് ലക്ഷാർച്ചനയോടെ ശിവരാത്രി പൂജകൾ മഹാദേവ ക്ഷേത്രത്തിൽ ആരംഭിച്ചു. രാത്രി 12-ന് ശിവരാത്രി വിളക്ക്, എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. കുംഭത്തിലെ അമാവാസിയായ ചൊവ്വാഴ്ച വരെ ബലിതർപ്പണം തുടരും. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. ആലുവ നഗരസഭയും ജില്ലാ ഭരണകൂടവും വിപുലമായ സൗകര്യങ്ങളാണ് ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. 17-ാം തീയതി വാവാണ്, അന്ന് വരെ ഉണ്ട്. ഈ തറകൾ അന്ന് വരെയുള്ള രീതിയിലാണ്. അതെ അതെ അതെ, പ്രത്യേക പൂജകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്.
കേരളത്തിന് പുറത്തുനിന്നും നിരവധി ആളുകൾ ബലിതർപ്പണത്തിനും ക്ഷേത്ര ദർശനത്തിനുമായി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല ആർക്കും. തമിഴ്നാട്ടിൽ നിന്ന് വരെ ആളുകൾ വന്നു. എല്ലാ വർഷവും വരാറുണ്ട്. അതാ ഇന്ന് ഞായറാഴ്ച കൂടുതൽ ആൾക്കാരുണ്ടാവും. ശിവരാത്രിയോടനുബന്ധിച്ച് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് വളരെയധികം തിരക്ക് മണപ്പുറത്ത് അനുഭവപ്പെടുന്നുണ്ട്. ആലുവ നഗരത്തിൽ 1600 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. മെട്രോ, KSRTC എന്നിവ പ്രത്യേക സർവീസ് നടത്തുന്നു. ആലുവ അദ്വൈതാശ്രമത്തിലും ശിവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി. മഹാശിവരാത്രി നാളിൽ കോഴിക്കോട് പന്തലായിനി ശ്രീ അഘോര ശിവക്ഷേത്രത്തിൽ അഖണ്ഡ നൃത്താർച്ചന അരങ്ങേറി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 150ഓളം നർത്തകരാണ് നൃത്തോത്സവത്തിന്റെ ഭാഗമായത്. 8 ശാസ്ത്രീയ നൃത്തങ്ങൾ ഒത്തുചേരുന്ന അഖണ്ഡ നൃത്താർച്ചനയാണ് മധു ഭരതാഞ്ജലിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് പന്തലായിനി ശ്രീ അഘോര ശിവക്ഷേത്രത്തിൽ അരങ്ങേറിയത്. അശ്വതി ശ്രീകാന്ത്, N ശ്രീകാന്ത് സംഘം അവതരിപ്പിച്ച നൃത്തം കാണികൾക്ക് വേറിട്ടൊരു അനുഭവമായി. ചിദംബരത്ത് നടരാജനാണ് പ്രതിഷ്ഠ. അവിടെയാണ് ഈ നാട്യാഞ്ജലി എന്നുള്ള ഒരു സംസ്കാരം ശരിക്കും ആദ്യമായിട്ട് തുടങ്ങുന്നത്. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ. പക്ഷെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഇവിടെ കേരളത്തിലും പ്രത്യേകിച്ച് ഇവിടെ അഘോര ശിവക്ഷേത്രത്തിൽ ശ്രീ ഭരതാഞ്ജലി മധുസൂദനം മാഷ്ടെ ഒരു ക്യൂറേഷനിൽ ഇവിടെ വളരെ ഭംഗിയായിട്ട് അവർ നടത്തിക്കൊണ്ടുവരുന്നു. മണിപ്പൂർ, കൊൽക്കത്ത തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി നർത്തകരാണ് നൃത്തോത്സവത്തിന്റെ ഭാഗമായത്. Because of today's very special day, today's Mahashivratri, and we are totally blessed. So we don't have any word to explain. To perform in Shivratri Mahotsav, and we are privileged to come here, and it's a wonderful temple and my first time experience. അഘോരമൂർത്തിയുടെ അനുഗ്രഹത്തിനു വേണ്ടി 150ഓളം കലാകാരന്മാരാണ് ക്ഷേത്രാങ്കണത്തിൽ നൃത്തച്ചുവടുകൾ വെച്ചതെന്ന് സംഘാടകർ പറയുന്നു. നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഉമാമഹേശ്വരൻ 108 സ്വയംഭൂ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അഘോര ശിവഭഗവാന് അർപ്പിക്കേണ്ട പൂജകൾക്കും നിവേദ്യങ്ങൾക്കുമായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ കലകളെയൊക്കെ തന്നെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇവിടെ ഡാൻസ് പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് മധുമാസ്റ്ററാണ്. അദ്ദേഹം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഭോപ്പാലിൽ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു നൃത്തോത്സവം. കേരളത്തിലെ അഘോര ഹോമം നടക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണ് പന്തലായിനി ശ്രീ അഘോര ശിവക്ഷേത്രം. അമൃത ന്യൂസ്, കോഴിക്കോട്. ചങ്ങനാശ്ശേരി മാതാമൃതാനന്ദമയി മഠത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ നടന്നു. ഇതിന്റെ ഭാഗമായി മഹാമൃത്യുഞ്ജയ ഹോമം, ശനിദോഷ നിവാരണ പൂജ, കൂവളമാല സമർപ്പണം എന്നിവ നടന്നു. ശിവപഞ്ചാക്ഷരി മന്ത്രജപത്തോടെ 108 പ്രദക്ഷിണം, പഞ്ചദ്രവ്യാഭിഷേകം, കൂവളത്തിലാർച്ചന, സത്സംഗം, ധ്യാനം, ഭജന, മംഗളാരതി തുടങ്ങിയ വിശിഷ്ട ചടങ്ങുകളിലും നിരവധി ഭക്തർ പങ്കെടുത്തു. മഠാധിപതി സ്വാമിനി നിഷ്ഠാമൃത പ്രാണ, ബ്രഹ്മചാരിണി ദേവി കൃപചൈതന്യ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മന്ത്രവും ജപിച്ചുകൊണ്ട് ശീലിക്കുന്നത്